പിന്നെ നമ്മൾ മരിച്ചാൽ എന്താ ചെല്ലല്? ഒരാൾ മരിച്ചു എന്ന് ഇപ്പൊ ഈ സഭയിൽ വന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെല്ലുക? അതന്നെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിപ്പോ നമ്മളെ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികൾക്കൊക്കെ അത് ഓതുന്നതിന് കുഴപ്പമില്ല. വേറെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിൽ മരിച്ചാൽ ഓതാൻ പാടില്ല. ആ കൂട്ടർ ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഉണ്ടാകണ്ട. നിങ്ങൾ ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. മരിച്ചോടത്ത് ഓതാൻ പാടില്ല, മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല അല്ലേ? ഇപ്പൊ നമ്മൾ മരിച്ചു എന്ന് കേട്ടപ്പോ ഏതേ ഓതിയത്? ഖുർആൻ. അപ്പൊ ഇവരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി എന്താ ചെല്ലുക? ഇന്നാ ലില്ലാഹി ചെല്ലാൻ പറ്റും. പാർട്ടി മാറിങ്ങാണ്ടേ ഫാഷൻ നോക്കിയാണ്ട് പോയാണ്ടല്ല എന്താ വരാൻ പോണെന്ന് നോക്കിക്കോളി. മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ പിന്നെ ഇവരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി ചെല്ലാൻ പറ്റുമോ? പിന്നെന്താ നമ്മൾ ചെയ്യുക? ഓരോ വേറെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഇപ്പം തന്നെ എന്താണ് ചെല്ലുക? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി. അപ്പൊ എന്തപ്പോ ചെല്ലിയത് വെച്ചോ? എന്നെ കണ്ടപ്പോ ചെല്ലിയതാണ്. എന്തേ? മരിച്ചാൽ ഏതായാലും ചെല്ലാൻ പറ്റൂല്ലോ. മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റൂല. അപ്പൊ ഞാൻ എൻ്റെ മകളിൽ ഇപ്പം തന്നെയാണ് ഓതട്ടെ എന്ന് അല്ലേ? കുറച്ച് വിട്ടെന്നാൽ മതി, സംഗതി നടക്കണതിന് കുഴപ്പമൊന്നുമില്ല. അള്ളാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ. അല്ല ഏത് തടി കാക്കാന്നുള്ളത് അവനാൻ്റെ തീപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് ഇൻഷാ അള്ളാഹ്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കിയും, നിങ്ങൾ എവിടെ നോക്കി, നമ്മൾ ഭൂമിയിൽ നിന്ന് അവസാനത്തെ യാത്രയപ്പാണ് കൊടുക്കാൻ അല്ലേ? ഖബറിലൊക്കെ താഴ്ത്തി വെച്ചിട്ട് മൂട് കല്ല് വെച്ചിട്ട് നമ്മളെ വകയായിട്ട് നമ്മളൊക്കെ മണ്ണെന്നാണ്, മണ്ണൊക്കെ തന്നെ തിരിച്ചു പോകും. അതിൻ്റെ ഒരു 3 പൊടി മണ്ണ് വാരിടുമ്പോൾ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. അത് ഖുർആനാണോ അല്ലേ? അത് ഖുർആനാണോ അല്ലേ? ഇവരൊക്കെ മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ പിന്നെ മിൻഹാ ഖലഖനാകും ഓതിയിട്ട് മണ്ണിടാൻ പറ്റുമോ? നിങ്ങൾ ചെറിച്ച് കഴിച്ചാലേ പറ്റൂല. മണ്ണിടാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഇനി എന്താ ചെയ്യണം? നമ്മള് മിൻഹാ ഖലഖനാകും ചെല്ലാൻ പറ്റുമെങ്കിൽ പോണ വഴിക്ക് പോട്ടെ എന്ന് പറയേണ്ടി വരും. അല്ലാതെ എന്താ നമുക്ക് പറഞ്ഞത്? ഇത് നമ്മളെ കുറ്റല്ല, നമ്മളാരും കുറ്റം. ബിസ്മില്ലാ എന്ന് ഓതിയാ ഖുർആനായി. എന്നാ ഞാൻ മരിച്ചു എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ദിക്റായി അല്ലേ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തക്ബീറായി. ഇതൊന്നും മരിച്ചവർക്ക് പറ്റൂല എന്നാ പറയുന്നത്. ഇങ്ങനത്തെ പാർട്ടിയിലൊക്കെ ചേർന്ന് പടച്ചോനെ ഞങ്ങളെ മക്കളെ പരമ്പരയെ നീ കാക്കണേ അല്ലാ. നമ്മൾ ഓരോരോ സംഗതി മനസ്സിലാക്കണല്ലോ അല്ലേ? കിതാബ് ഇതൊക്കെ ആലിമ്യങ്ങൾ പറയട്ടെ. നമ്മളെത്ത് നാടൻ മട്ടത്തിലില്ലേ പല സംഗതി. ഞങ്ങൾ നന്ദി പഠിക്കുന്ന സമയത്ത് ഒരു നാടൻ ചങ്ങായി ഏറ്റു വെക്കാണ് കൂടുതൽ. അപ്പോൾ ഓൻ ചോദിച്ചു, ഇതൊക്കെ ഞങ്ങളെ കോളേജ് പഠിപ്പിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കോളേജ് പഠിപ്പിച്ചതൊന്നും എടുക്കാനായിട്ടില്ല, ഇതിപ്പോൾ അടുക്കളയിൽ നിന്ന് പഠിച്ചാൽ തീർന്നിട്ടില്ലല്ലോ. ഓരോന്ന് സംഗതി ഇല്ലേ? അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും ഏറ്റി തരട്ടെ. നമ്മൾ ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ സന്ദർഭം, അതിന് പിന്നെ വുദൂ ബാക്കിയുള്ളതൊന്നും നോക്കേണ്ടത്. അതങ്ങനെ ഒരു ദിക്ർ എന്ന രൂപത്തിലാണ് അത് ഓതണത്. രണ്ടാമത്തെ ഒരു പാരായണമുണ്ട്. അതെങ്ങനെ? അത് ഖുർആൻ ഇങ്ങനെ അല്പാൽപമായി ഓതിയിട്ട് ഖുർആൻ പൂർത്തീകരിച്ച് ഓതുക. അത് പൂർത്തിയായി ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ കൊണ്ട് തുടങ്ങി അത് എന്നും ഓതണ സമയത്ത് എന്ത് ചെയ്യണം? ഒന്ന് കുപ്പിളിക്കണം. ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വായു ഒന്ന് വൃത്തിയാക്കണമല്ലോ, ഒന്ന് കുപ്പിളിച്ചിട്ട് അല്ലേ? എന്ന മാതിരി ഖുർആൻ ഓതാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒന്ന് കുപ്പിളിക്കുക. അതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഒന്ന് വായു വൃത്തിയാക്കലാണ്. ശൈത്താനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നാണ് മാറ്റിയിട്ട് നിർത്തി. യാ റബ്ബ്. ഖുർആൻ ഓതാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾ നല്ലൊരു ഒതു കൊടുക്കണം. ഹദീസിലൊക്കെ പറയുന്നത് ഒതു കൊടുക്കണം എന്ന് മാത്രമല്ല, മൻ തവല്ലഅ ഫഅഹ്സനൽ വുദൂഅ, നന്നായിട്ട് ഒരു ഒതു കൊടുത്തു. എന്താ നന്നായിട്ട് ഒതു കൊടുക്കല്? ഒതു കൊടുക്കുന്ന സമയത്ത് കൈയൊക്കെ കുറച്ച് മുകളിലേക്ക് കയറ്റി കഴുകി. അല്ലാഹു റബ്ബി, മുഖം നല്ല പോലെ കഴുകി. അല്ലാഹു റബ്ബി. ഇന്നാളൊരു കുട്ടീൻ്റെ ഹൗദിൻ്റെ അടുത്ത് തല തടകണം. നിങ്ങൾ കാണാറ്റും ഉസ്താദെ, അപ്പം ഞാൻ ജാതിയൊക്കെ കാണും ചെയ്യും. അത് ഒരു കുട്ടി തല തടകണം. എങ്ങനെ വെച്ചാൽ ഹൗദിന് ഇങ്ങനെ ആ പൈപ്പിൽ ഇങ്ങനെ വെള്ളം എടുത്തുങ്ങാണ്ട് ഓൻ തല തടകാണ്. എവിടെ? ഇവിടെ. നമ്മൾ വുദു കൊടുക്കുമ്പോൾ ഫഅഹ്സനൽ വുദൂഅ, വുദൂഇന് മുമ്പ് ഒന്ന് മുസ്വാക്ക് ചെയ്തിട്ട് ഒന്ന് വായ വൃത്തിയാക്കി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. 3 പ്രാവശ്യം വെള്ളം കൊണ്ട് കഴുകിയപ്പോൾ പുറം ശുദ്ധിയായി. ആ 3ലും വ്യത്യസ്ത ദിക്ർ ചൊല്ലിയപ്പോൾ ഉള്ളു ശുദ്ധിയായി. ഉള്ളും പുറവും ശുദ്ധീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വുദൂഅ് പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അല്ലാഹു റബ്ബി എപ്പോഴും ഉപയോഗിക്കുന്ന അവയവം കൈ, എപ്പോഴും ഉപയോഗിക്കുന്ന അവയവം മുഖം,
എപ്പോഴും ഉപയോഗിക്കുന്ന കണ്ണ്, എപ്പോഴും ഉപയോഗിക്കുന്ന മൂക്ക്, എപ്പോഴും ഉപയോഗിക്കുന്ന നാവടക്കമുള്ള വായ്, എപ്പോഴും ഉപയോഗിക്കുന്ന ചെവി, എപ്പോഴും ഉപയോഗിക്കുന്ന കാല്, ഇതാണ് എപ്പോഴും തെറ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ആ അവയവങ്ങളൊക്കെ ഒന്നാണ് കഴുകി വൃത്തിയാക്കി നല്ല പോലെ വെള്ളം കൊണ്ട് കഴുകി പുറം നന്നായി, ലിക്കർ കൊണ്ട് കഴുകി ഉള്ളു നന്നായി, രണ്ട് ശുദ്ധിയും വരുത്തിയ ശേഷം ആ വെള്ളം ഇങ്ങനെ ഉറ്റു വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്തേക്കൊന്ന് കണ്ണുയർത്തി, രണ്ട് കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഷഹാദത്ത് കലിമ ആമുഖമായി ചൊല്ലിക്കൊണ്ടൊരു ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീൻ വജഅൽനീ മിനൽ മുതതഖിരീൻ. ആ ദുആ ഒരാളും മറക്കല്ലേ. അതൊരു വല്ലാത്ത ദുആയാണ്, അതൊരു വല്ലാത്ത ദുആയാണ്. ആ ദുആ ആണ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു മലക്ക് അപ്പൊ തന്നെ അത് രേഖപ്പെടുത്തി. അതിങ്ങനെ ആ മലക്ക് ഇങ്ങനെ അത് രേഖപ്പെടുത്തിയിട്ട് ഒരു ക്യാപ്സൂളാക്കിയിട്ട് അതൊരു സൂട്ട് കേസിൽ അവിടെ വെച്ചു. ഇനി ആ സൂട്ട് കേസ് നാളെ ആഖിറത്തിലല്ലാതെ തുറക്കപ്പെടൂല. അത്ര ഭദ്രമായിട്ടാണ് സൂക്ഷിക്കും. നമ്മൾ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായാലും ഷഹാദത്തി കലിമയിൽ നിന്ന് തെറ്റാത്ത കാലത്തോളം അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടൂല. മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ആ സൂട്ട് കേസിൽ ഇങ്ങനെ നിറയാണ് ഒതു. ഒരു ദിവസം എത്ര ഒതു കൊടുക്കും നമ്മൾ? അൽഹംദുലില്ലാ 5 നേരത്തെ നിസ്കാരത്തിന് 5 ഒതു, തഹജ്ജുദിനുണ്ടെങ്കിൽ ഒരു ഒതു, ചിലപ്പോൾ ദുഹാക്ക് വേണ്ടി ഒരു ഒതു, ഒരു 5, 6, 7 ഒക്കെ പ്രാവശ്യം നമ്മൾ എന്താക്കും? ഒതു കൊടുക്കും അല്ലേ? അല്ലാഹു റബ്ബി. ഒതു മുറിഞ്ഞില്ലെങ്കിലും ഒതു പുതുക്കൽ സുന്നത്ത്. അങ്ങനെ ഒരു സത്യവിശ്വാസി 8 ഒതു 10 ഒതു ഒക്കെ എടുക്കുമ്പോൾ അത്രയും സമയത്ത് ഒതു ആ ദുആ യാ റബ്ബ് യാ റബ്ബ് അതൊക്കെ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം, റമളാനാണ്. ഒന്ന് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാർ, സഹോദരിമാരെ. ആ വല്ലാത്ത ഒരു ദുആ മറക്കല്ലേ. ആ ദുആ ഇങ്ങനെ മലക്ക് രേഖപ്പെടുത്തി അതിന്റെ ഗുണം എപ്പോഴാന്ന് അറിയാന്നറിയോ? കിതാബുകളിൽ കാണാം, യൂസനു യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ എല്ലാം തൂക്കിക്കണക്കാക്കും. എല്ലാം തൂക്കിക്കണക്കാക്കുമ്പോൾ നമ്മളപ്പോ നാളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വോട്ട് എണ്ണിയാണ്. ആ വോട്ട് ഇങ്ങനെ എണ്ണുന്ന സമയത്ത് അല്ലാഹു റബ്ബി പോളിംഗ് ബൂത്തിന്റെ അപ്പുറത്തൊക്കെ വോട്ട് എണ്ണോടുത്ത് അവിടെ LDF-കാർ, ഇവിടെ UDF-കാർ എല്ലാവരും ഇങ്ങനെ കാത്തിക്കാണ്. ആ പഞ്ചായത്ത് എണ്ണി പോയി, ഈ പഞ്ചായത്ത് എണ്ണിയപ്പോൾ ഇയാള് പോയി, മറ്റേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എണ്ണി അവസാനം നോക്കുമ്പോൾ ആർക്കും രക്ഷ കിട്ടണില്ല. അപ്പോഴൊക്കെ പടക്കം പൊട്ടിച്ചാൻ വിചാരിച്ച ഓരോരുത്തർ അങ്ങോട്ട് പോയി, മറ്റോ ഇങ്ങോട്ട് പോയി. ആ പടകമൊക്കെ മറ്റോൻ്റെ അടുത്ത് കൊടുത്തു. ഇങ്ങനെയാണ് മുമ്പില്ലാതെ അവസാനം ഇനി എത്ര ഉണ്ട്? ഇനി എണ്ണ ഉള്ളത് ആ മറ്റേ ബോട്ടാണ്. അതിനേത് ബോട്ട് എന്നാ പറയാ? പോസ്റ്റൽ ബോട്ട്. ആ പോസ്റ്റൽ ബോട്ട് എണ്ണാനുണ്ട്. അതൊരു 20 എണ്ണം ഉള്ളൂ. പടച്ചോനെ അതൊന്നാണ് എണ്ണാൻ വേണ്ടി നോക്കുമ്പോൾ എങ്ങനെയാണുള്ളത്? 20 ബോട്ടാണ് ഇപ്പോൾ അവസാനമുള്ളത്. ആ 20 എനിക്ക് കിട്ടിയെങ്കിൽ മറ്റോന്, 20 കിട്ടിയെങ്കിൽ മറ്റോന്. 20 എണ്ണത്തിൽ നോക്കുമ്പോൾ എന്തായി? 2 എണ്ണം ഓനും 2 എണ്ണം ബനും. അപ്പൊ എത്രയായി? 14ആയി. 2 എണ്ണം ഓനും 2 എണ്ണം ബനും. പിന്നെ എത്രയായി? 12 എണ്ണായി. ഞാൻ ഓരോ വോട്ടും ഇങ്ങനെ എണ്ണണ സമയത്ത് എനിക്ക് കിട്ടിയെങ്കിൽ അവസാനം നമ്മുടെ പോസ്റ്റൽ ബോട്ടും അതിലേക്ക് വെച്ചപ്പോൾ നമ്മുടെ മീസാൻ കനം തൂങ്ങുന്നില്ലല്ലോ. ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. മീസാൻ എന്ന തുലാസിൽ നമ്മളെ നന്മ വർദ്ധിക്കണ്ടേ? ഇനി നമ്മൾ തുലാസ് തൂക്കുക. ഇപ്പൊ വോട്ടെണ്ണിയെ പോലെ നമ്മൾ എണ്ണാണ്. മഹ്ശർ മുറ്റത്ത് ഇങ്ങനെ നിർത്തിയിട്ട് ലാ തസൂലു ഖദമ ഇബ്നു ആദം, ചവിട്ടിയ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ അനുവദിക്കാതെ അള്ളാഹു മഹ്ശർ മൈതാനിയിൽ ഇങ്ങനെ നിർത്തിയിട്ട് എണ്ണുകയാണ്. എന്താ തൂക്കണത്? 16ാമത്തെ വയസ്സ് തൂക്കി രക്ഷല്ല, 17 തൂക്കി രക്ഷല്ല, 18 തൂക്കി രക്ഷല്ല. അങ്ങനെയാണ് തൂക്കിയിട്ട് വയസ്സ് ഇപ്പൊ എത്രയായി? വയസ്സ് വയസ്സ് എഴുതിയ കടലാസ് ഒന്നും നോക്കണമെന്നില്ല. ഈ കയറ്റം ഇങ്ങനെ ഒരു കാര്യം നോക്കിയാൽ തന്നെ അറിയും വയസ്സ് എത്രയായി എന്നുള്ളത്. അള്ളാഹു തആല ഖൈർ ചെയ്യുമാറാവട്ടെ. കണ്ണങ്ങൾ കയറുന്ന കോലം കണ്ടില്ലേ? അപ്പൊ അതാണ് കയറ്റം കാര്യം നോക്കിയാൽ തന്നെ അറിയാം വയസ്സ് എത്രയായി എന്നുള്ളത്. അള്ളാഹു ആഫിയത്ത് തരട്ടെ. നമ്മളെ മുഹിബാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അള്ളാഹു തആല സലാമത്ത് തരട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കയറി അവസാനം നമ്മുടെ 60ാമത്തെ വയസ്സും 70ാമത്തെ വയസ്സും ഒക്കെ തൂക്കി കഴിഞ്ഞിട്ടും ഒരു രക്ഷയില്ലാതെ പടച്ചോനെ ഇന്ന നരകത്തിലേക്ക് വിധിക്കപ്പെടുമോ എന്നൊരു വല്ലാത്ത ഒരവസരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മലക്കിന്റെ വരവ്. പടച്ചോനെ, ആ മലക്കിന് വന്ന് നോക്കുമ്പോൾ ഒരു സൂട്ട് കേസ്, ഒരു സൂട്ട് കേസ്. ആ സൂട്ട് കേസിന് തുറന്നിട്ട് മൂപ്പരുണ്ടല്ലോ, അത് എണ്ണാനൊന്നും നിന്നില്ല. അത് അങ്ങനെ തന്നെ ആ തുലാസിക്കാണ്ടിട്ട് ആടിട്ട് നോക്കുമ്പം യാ അല്ലാ, ഇത് മുഴുവനും എന്താണ്? ജീവിതകാലം മുഴുവനും ഒതു എടുത്തിട്ട് ദ്വായിരുന്നല്ലോ. ആ ദുആ ആണ് ഇപ്പൊ ഈ സൂട്ട് കേസ് എന്നാണ് വന്ന് അത് ഒന്നായിട്ട് മീസാനിക്കാണ്ട് ഇട്ട് നോക്കുമ്പം അല്ലാ, നമ്മളെ മീസാൻ എത്രയാണ് ഉയർന്നത്. പ്രിയപ്പെട്ട മുഅ്മിനെ, ഒരു ഇബാദത്തിനെയും ഒരു നന്മയെയും നിസാരപ്പെടുത്തല്ലേ. എല്ലാം മുന്തിയതാണ്.